2-3 അടി കിട്ടിയാലേ ഉള്ളൂ ഇത് ആർട്ടിസ്റ്റുകൾ പഠിക്കുകയുള്ളൂ. പറഞ്ഞു മനസ്സിലായി. ഇതിന്റെ മെയിൻ എല്ലാവരും എന്താണ് ലാഭം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ എല്ലാവരും ശ്രമിക്കുന്നത്. അതായത് ഇപ്പോൾ 1 കോടി രൂപ ശമ്പളം കിട്ടുന്ന ആൾക്ക് അല്ലെ 50 ലക്ഷം രൂപ ശമ്പളം കിട്ടുന്ന ആൾക്ക് നോർമലി അഭിനയിച്ചു കഴിയുമ്പോൾ അത് കിട്ടും. അത് നമ്മൾ പ്രൊഡ്യൂസും കൂടെ ചെയ്യുകയാണെങ്കിൽ അത് 2 കോടി രൂപയും കൂടെ ആക്കാൻ പറ്റുമോ എന്നുള്ള ഉദ്ദേശത്തിലാണല്ലോ ഈ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ആ 1 കോടിയും കൂടെ ഇല്ലാതെ വരുന്ന അവസ്ഥ ഒരു 2-3 എണ്ണം സംഭവിച്ചു കഴിയുമ്പോൾ മാത്രമേ ഉള്ളൂ ആ തിങ്കിങ്ങിൽ നിന്ന്. ഞാൻ പറയട്ടെ, നമ്മളിപ്പോൾ ഒരാൾ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ടേ ചിന്തിക്കുകയുള്ളൂ. ആ അവസ്ഥ വന്നു കഴിയുമ്പോഴേ ഉള്ളൂ ആളുകൾക്ക് അത് കൂടുതൽ ബോധ്യപ്പെടുകയുള്ളൂ. അതുവരെ നമ്മളൊക്കെ ചുമ്മാ പറയുന്നതാണെന്നുള്ള ആ ഒരു തിങ്കിങ്ങിൽ അവരത് എടുക്കുകയുള്ളൂ. ഇപ്പോൾ തമിഴിൽ തന്നെ എത്രയോ ആർട്ടിസ്റ്റുകളുണ്ട്. ഞാൻ പേരെടുത്ത് പറയുന്നില്ല. അപ്പം എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്നവരുമാണ്. അപ്പം അവരൊക്കെ പല പടങ്ങളും പ്രൊഡ്യൂസ് ചെയ്തു. ഇപ്പം ഇവിടെ മലയാളത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ അല്ല തമിഴിൽ. അവിടെ ഫുൾ ഗ്യാരണ്ടിയിൽ നിന്ന് പടം എടുത്തു കഴിയുമ്പം ആ പടം വർക്കൗട്ട് ആകാത്തപ്പോൾ അവിടുത്തെ അടുത്ത പടങ്ങളിലെല്ലാം അത് ബാധിക്കുകയാണ്. പിന്നെ അവിടുത്തെ പടങ്ങൾ പോലും ഇറക്കാൻ പോലും പറ്റാത്ത സിറ്റുവേഷനിലേക്കാണ് വരുന്നത്. അങ്ങനെ പല കമ്പനികളും പൂട്ടിപ്പോയി പിന്നെയും തുറന്നു. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിലൂടെ പല ആർട്ടിസ്റ്റുകളും കടന്നു പോയിട്ടുണ്ട്. മൈൻഡിൽ ഒരു ഇത് കിട്ടുമ്പോഴാണല്ലോ. അതുപോലെ ഇപ്പം ചില സിനിമകളിൽ ഇപ്പോൾ ഏതെങ്കിലും അങ്ങനെ സിനിമ പറയണ്ട, അതായത് നമ്മളൊരു ബഡ്ജറ്റ് ഫിക്സ് ചെയ്ത് മിക്കതും അങ്ങനെ ആയിരിക്കാം. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ചതിലും കൂടുതലാവുന്ന സിനിമകൾ ധാരാളമുണ്ട്. പക്ഷേ ആ ഉദ്ദേശത്തിൻ്റെയും ഡബിളും ട്രിപ്പിളും ഒരുപാട് അങ്ങ് ആയ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതായിരിക്കും? അങ്ങനെ ഉണ്ടാവാം ഇഷ്ടംപോലെ. അങ്ങനെയല്ല, ഇപ്പൊ നമ്മുടെ തന്നെ സിനിമകൾ നമ്മളിപ്പോ ഇത്ര എക്സ്പീരിയൻസ് ഉള്ള ഒരാളല്ലേ പറഞ്ഞു മനസ്സിലായി. ഇപ്പം ഞാനിപ്പോ പുറത്തുനിന്ന് ഒരു പാർട്ട്ണറെ ഇപ്പം ഒരു സിനിമയ്ക്ക് കൂട്ടിയാൽ പോലും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തെറ്റിപ്പോവാണ്. പറഞ്ഞു മനസ്സിലായി. അപ്പൊ ആ ഒരു അറിയാവുന്ന ചിലപ്പോൾ സുഹൃത്തിനെ ആയിരിക്കുമല്ലോ നമ്മൾ ചിലപ്പോൾ കൂട്ടുക. അപ്പോൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൽ തന്നെ ചിലപ്പോൾ സിനിമ അറിയാൻ മേലാത്ത ഒരാളാണെങ്കിൽ അതിൻ്റെ അകത്ത് വിള്ളലേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് ഉണ്ടാവുള്ളൂ. ഇപ്പം ഞാൻ ഇപ്പോൾ റീസെന്റ് ചെയ്ത സിനിമ തന്നെ ഞങ്ങൾ 10-60 ദിവസം പ്ലാൻ ചെയ്ത സിനിമയാണ്. 132 ദിവസത്തോളം ഈവൻ ഷൂട്ട് ചെയ്ത്. ഞാൻ പറഞ്ഞു എനിക്ക് അതിൻ്റെ അകത്ത് ഒരു കംപ്ലൈൻറ്റും ഇല്ല, ഒന്നുമില്ല. ഞാനൊരു സിനിമയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടിട്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു. നമുക്കത് അഡ്ജസ്റ്റ് കൂടെ ചെയ്യാൻ പറ്റിയിട്ട് അത് നമ്മൾ ഷൂട്ട് ചെയ്ത് പോയി. പക്ഷെ ഇത് അല്ലാത്ത ഒരാളാണെങ്കിൽ പറഞ്ഞു മനസ്സിലായി, ചിലപ്പം വേറൊരാൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് ആളെ തെറ്റിദ്ധരിപ്പിച്ചത് ഇങ്ങനെയൊക്കെ പ്രൊഡ്യൂസ് ചെയ്താൽ മതി, ഇത്രയൊക്കെ പൈസ ഇട്ടാൽ മതി എന്ന് പറഞ്ഞിട്ടായിരിക്കും ഓരോരുത്തരെ കൂട്ടിക്കൊണ്ട് വരുന്നത്. പക്ഷേ ഇതിൻ്റെ അകത്ത് കൊണ്ട് കഴിഞ്ഞാൽ ഇടയ്ക്ക് വെച്ച് നിന്ന് പോകും. പിന്നെ അവൻ ആദ്യമായതുകൊണ്ടിട്ട് അറിയാവുന്നവരുടെ എല്ലാം കടം വാങ്ങും, പലിശയ്ക്ക് എടുക്കും, എല്ലാം താറുമാറായി പോകും. അതാണ് ഇതിൻ്റെ റിയാലിറ്റി. ഇതെല്ലാം ഞാനൊക്കെ അങ്ങനെ തന്നെയാണല്ലോ വന്നത്. ഇതിൻ്റെ ഒരു ഫെയിം, ഇതിൻ്റെയോടുള്ള ഒരു ആരാധന അങ്ങനെയൊക്കെ മൂത്തിട്ടാണ് ഞാൻ പോലും സിനിമയിൽ വരുന്നത്. അപ്പം ഇതുപോലെ തന്നെയാണല്ലോ മറ്റ് ആൾക്കാരും. അവരൊക്കെ ഇതിൻ്റെ അകത്തേക്ക് വരിക, സിനിമ എന്നുള്ള ഒരു ആഗ്രഹം ഒരു മനുഷ്യൻ്റെ വിട്ടുപോകത്തില്ല. ഒരു പൈസയൊക്കെ ആയി കഴിയുമ്പോഴേക്കും കൂടുതൽ ആഗ്രഹം തോന്നുന്നത്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒരു സിനിമ എടുക്കാമല്ലോ എന്നുണ്ട്. എടുത്തു കഴിയുമ്പോൾ അവൻ്റെ ആഗ്രഹവും തീർന്നു, അവനും തീരുന്നു. അതാണ് സിനിമയിൽ ചിലപ്പോൾ സംഭവിക്കുക. ബന്ധത്തിൻ്റെ പേരിൽ സിനിമ ചെയ്യുമ്പോൾ അതിനകത്ത് റിസ്കുകൾ ചിലപ്പോൾ കൂടുതലായിരിക്കും, ചിലപ്പോൾ അതിനെ പല രീതിയിൽ നമുക്ക് അതിനെ ഡിഫൈൻ ചെയ്യാം. അതൊരു ഫോഴ്സ്ഫുള്ളി നമുക്ക് ചെയ്യാൻ അല്ല. ബന്ധത്തിന്റെ പുറത്ത് സംഭവിക്കുന്നത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആക്സസ് ഉണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് നമുക്ക് അല്ലാതെ ബന്ധങ്ങൾ ഉപയോഗിച്ച് എനിക്കറിയില്ല കേട്ടോ. ഇപ്പം ഞാൻ പൃഥ്വിരാജുമായിട്ട് നല്ല ബന്ധമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക്, അതായത് ആ ബന്ധം ഉണ്ടെന്നുള്ള ചിലപ്പോൾ പൃഥ്വിരാജിനും അറിയാമല്ലോ. ഞാൻ എൻ്റെ ഒരു കാര്യമാണ് പറയുന്നത്. ശരി, ആ ബന്ധം ഉണ്ടെന്ന് വെച്ചിട്ട് ഞാൻ അയാളെ യൂസ് ചെയ്യുവാണോ മിസ്യൂസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുവാണോ എന്നുള്ളത് വ്യക്തമായി അറിയാവുന്ന ഒരാളാണ് അദ്ദേഹം. ഞാനൊരു പ്രോജക്റ്റ് പോയി ഒരു നല്ലതെന്ന് തോന്നുന്ന ഒരു പ്രോജക്റ്റിനെ ഉള്ളൂ അപ്രോച്ച് ചെയ്യാറുള്ളൂ. പിന്നെ വന്നിട്ട് എല്ലാം എനിക്ക് തന്നെ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾക്ക് ഇത്ര പടങ്ങൾ ചെയ്യാം, അങ്ങനെയൊന്നുമില്ല. കാരണം ഞാൻ നിർമ്മിക്കുന്ന അടുത്ത ഒരു 4 സിനിമകൾ പൊട്ടിപ്പോയി അദ്ദേഹത്തെ വെച്ച് തന്നെ പൊട്ടിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പടമേ എടുക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ എന്നെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അപ്പം ആൾക്ക് തന്നെ എല്ലാവരുമായിട്ടൊപ്പം സിനിമകൾ ഇപ്പം ഈവൻ ചെയ്യണം. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ പല ആർട്ടിസ്റ്റ്, ഇപ്പോൾ ചാക്കോച്ചനൊക്കെ ആയിട്ടാണേലും ഒരു ബന്ധമുണ്ട്. അപ്പോൾ നമുക്ക് പോയി അപ്രോച്ച് ചെയ്യാം, നമുക്ക് കഥ പറയാനായിട്ട്. ഇപ്പം വേറുള്ള ഒരാൾ ശ്രമിക്കുമ്പം ചിലപ്പോൾ ഇവരൊക്കെ ഒരു മാസം കഴിഞ്ഞ് 2 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ കേൾക്കുന്നത്. അത് വേണമെങ്കിൽ നമ്മളൊക്കെ ഒരു ബന്ധമുള്ളത് കൊണ്ടിട്ട് ചിലപ്പോൾ ഒരു 1 വീക്ക് കൊണ്ടിട്ടോ 2 വീക്ക് കൊണ്ടോ അല്ലെങ്കിൽ 2 ദിവസമൊക്കെ കഴിഞ്ഞോ സമയത്തനുസരിച്ച് കേൾക്കാനായിട്ട് ആ മുമ്പേ പറഞ്ഞ ആ ബന്ധം ചിലപ്പോൾ സഹായിക്കും. അതിന്റെ ഗുഡ് പാർട്ട്. പിന്നെ ശമ്പളം വേറൊരാള്, ഇപ്പോൾ ഒരാൾക്ക് ഒരു ആർട്ടിസ്റ്റിന് 1 കോടിയാണ് കൊടുക്കുന്നതെങ്കിൽ ഞാൻ ചെന്നിട്ട്
70 ലക്ഷം തരുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ അയാളെ മിസ്യൂസ് ചെയ്യുന്ന പോലെ തന്നെയാണല്ലോ വരുന്നത്. ഒരു കോടി എന്ന് പറഞ്ഞിട്ട് പിന്നെ അല്ല, അതേ ഞാൻ പറഞ്ഞു. ഇപ്പൊ ആള് 1 കോടി രൂപ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ ഞാൻ കൊണ്ട് 75 ലക്ഷം കൊടുക്കുന്നെങ്കിൽ ആ ആൾക്ക് ധരിക്കാലോ അയാളെ മിസ്യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ വേറൊരു പ്രൊഡ്യൂസർ ആണെങ്കിൽ 1 കോടി ചിലപ്പോൾ കിട്ടിയേനല്ലോ. അത് ഒരു വലിയ അല്ല, അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ഇവരും ഇതെല്ലാം ശ്രദ്ധിക്കുന്നവരാണല്ലോ. അപ്പൊ അങ്ങനെയൊന്നും ഇല്ല. അപ്പം നമ്മൾ ശരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കോടി രൂപ ഉള്ള ഒരാൾക്കാണെങ്കിൽ ആ 1 കോടി രൂപ തന്നെയുള്ളൂ നമ്മൾ കൊടുക്കുള്ളൂ. പിന്നെ ബന്ധമാകുമ്പോൾ നമ്മൾ ചിലപ്പോൾ ആ പ്രോജക്റ്റ് ചിലപ്പോൾ ഒരു കുറച്ചുകൂടെ ഒന്ന് നേരത്തെ ആക്കാനായിട്ട് നമ്മൾ ശ്രമിക്കും. മലയാള സിനിമ നോക്കുമ്പോൾ എല്ലാം നല്ല നല്ല പടങ്ങൾ വരുന്നു. ഈവൻ ഇപ്പം മമ്മൂക്കയുടെയൊക്കെ എന്ന് പറഞ്ഞാൽ മമ്മൂക്ക ഇപ്പോൾ ചെയ്യുന്ന പടങ്ങളുടെ രീതികളും ജോണേഴ്സും ഭയങ്കര ഡിഫറെൻറ്റ് ജോണേഴ്സ് വരുന്നു. എല്ലാം നല്ല പടങ്ങൾ. അപ്പം മമ്മൂക്കയായിട്ട് ഒരു 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 അസോസിയേറ്റ് ചെയ്യുക എന്നുള്ളതും ഒരു ഇത് തന്നെയാണല്ലോ. അതിൻ്റെ പരിപാടികൾ അങ്ങനെയല്ല. മമ്മൂക്കയായിട്ടും ലാലേട്ടനൊക്കെ ആയിട്ട് പടം ചെയ്യണമെന്ന് എനിക്ക് പീവിനുണ്ട്. പക്ഷെ അതിന് വരുന്ന സബ്ജക്റ്റുകൾ വന്നു കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നമുക്കതിനെ അപ്രോച്ച് ചെയ്യാനായിട്ട് ഇവന് പറ്റുള്ളൂ. അപ്പോൾ ആ കറക്റ്റ് സബ്ജക്റ്റ് വരുമ്പോഴേ ഉള്ളൂ. എനിക്ക് ഇതുവരെ അങ്ങനത്തെ ഒരു വലിയ സബ്ജക്റ്റുകളൊന്നും വന്നിട്ടില്ല. അപ്പം അതുകൊണ്ടിട്ട് തന്നെ നമ്മൾ അപ്രോച്ച് ഈവൻ ചെയ്തിട്ടില്ല. അപ്പോൾ ലാലേട്ടന് വേണ്ടിയിട്ട് ഞാൻ 2-3 സബ്ജക്റ്റ് വന്നിരുന്നു. ഞങ്ങളത് അപ്രോച്ച് ചെയ്തിരുന്നു. ഒരെണ്ണം ഒരു ലൈനിൽ പോകുന്നുണ്ട്. പക്ഷെ വേറെ 2 സബ്ജക്റ്റ് പോയി പറഞ്ഞത് ശരിയായിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഒരു സബ്ജക്റ്റ് വരുമ്പോൾ എനിക്കും എൻ്റെ ഡയറക്ടർക്കും എൻ്റെ റൈറ്റർക്കും മാത്രം ഇഷ്ടപ്പെട്ടിട്ട് കാര്യമില്ല. നമ്മുടെ നമുക്ക് ഈസി ടു ആക്സസ് ഉള്ള ആർട്ടിസ്റ്റ് തന്നെ ആയിക്കോട്ടെ, ഇപ്പൊ പൃഥ്വിരാജോ ചാക്കോച്ചനോ അല്ലെങ്കിൽ മറ്റ് ആർട്ടിസ്റ്റുകളോ ആയിക്കോട്ടെ, അവർ പോലും നമുക്ക് ഫുള്ളി ഓക്കെ ആകുന്നൊരു സബ്ജക്റ്റ് അവർക്കൂടെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ പ്രോജക്റ്റ് ഓൺ ആവുള്ളൂ. എന്നാ ഇത് ഞങ്ങൾ 2 പേരും ആർട്ടിസ്റ്റും ഡയറക്ടറും പ്രൊഡ്യൂസറും എല്ലാം ഓക്കെ ആകുന്ന സബ്ജക്റ്റ് വർക്ക് ആണെന്നുമില്ലല്ലോ. സോ ഇതെല്ലാം ഇതിന്റെ ഒരു റൊട്ടേഷനാണ്. ലിസണറൊക്കെ ശരിക്കും ചോദിക്കാനൊരു ക്വസ്റ്റ്യൻ ഒരാൾക്കുണ്ട്, ഒരു സർപ്രൈസ് ആണ്. അപ്പം ആ വ്യക്തിക്ക് ലിസണിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞു. കൂടെ ആക്ച്വലി പഠിച്ച ഒരു വ്യക്തി എന്ന് പറയാം. ആ പഠിച്ച സ്ഥലം സെമിനാരിയാണ്. അപ്പൊ ഞാൻ എന്താ ചോദിക്കാനുള്ളത് കാണിക്കാം. നിങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. ആ ലിസ്റ്റിൻ വിനീതാണ്. നമ്മുടെ സെമിനാരിയിൽ 1 വർഷം ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവത്തെ കുറിച്ച് ഞാനൊന്ന് ഇത് ഷെയർ ചെയ്യാണ്. ഈ ഓർക്കേണ്ടത് വിചാരിക്കുന്നു. നമ്മള് സെമിനാരിൽ ഉണ്ടായപ്പോൾ നമുക്ക് മലയാളം മാത്രമേ സംസാരിക്കാൻ പാടുണ്ടായിരുന്നു. അപ്പോൾ മിക്ക സമയത്തും ഡയറി കൈവശം ആക്കിയിട്ട് നീയാണ്. അന്നൊരു സമയത്ത് നമ്മൾ ഇതുപോലെ കളിയെല്ലാം കഴിഞ്ഞ് കുളിക്കാൻ നിൽക്കുന്ന ഒരു അവസരത്തിൽ ഈ കുളിക്കാൻ കയറി. അപ്പൊ തൊട്ടപ്പുറത്തെ ബാത്റൂമിൽ നിന്നും ഒരാൾ നിന്നോട് ലിസ്റ്റ് എന്ന് വിളിച്ചു. അപ്പൊ നീ നിന്റെ സ്വതസിദ്ധമായ രീതിയിൽ എന്നാടാ എന്ന് ചോദിച്ചു. ഉടനെ എനിക്ക് ഡയറി കിട്ടി. അങ്ങനെ നമ്മുടെ സെമിനാരി ചരിത്രത്തിൽ ആദ്യമായിട്ട് ബാത്റൂമിൽ നിന്നും ഡയറി വാങ്ങിയ ഒരാള് നീയാണ്. ഇത് ഒരു തമാശ രൂപത്തിൽ ഞാൻ പറഞ്ഞു എങ്കിൽ തന്നെ ലിസ്റ്റിൻ എന്നുള്ള ഒരു വ്യക്തി ഈസ് ദാറ്റ് വെരി ഡെഡിക്കേറ്റഡ്. ഇന്ന് ഈ പ്രൊഡ്യൂസർ എന്ന നിലയിൽ വളരെ സക്സസ്ഫുൾ ആയിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. അതിലെല്ലാ രീതിയിലും നമുക്ക് വളരെ ഹാപ്പിയാണ്. അപ്പോൾ ലിസ്റ്റിനോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം, നമ്മൾ ഇപ്പോൾ ഈ സെമിനാരി ലൈഫിൽ നിന്ന് കിട്ടിയ അനുഭവം ഒരു പ്രൊഡ്യൂസർ എന്നുള്ള നിലയിലും ഒരു ഫൗണ്ടർ ഓഫ് സിഫ എന്നുള്ള രീതിയിലും എത്രത്തോളം രീതിയിലാണ് ഹെൽപ്പ് ചെയ്തത്? താങ്ക് യു ലിസ്റ്റിൻ.